വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ വീക്ക്ലി സ്റ്റഡി പ്ലാനാണ് ഇടുന്നത് അല്ലേ. അതായത് ഇപ്പോൾ 2 വീക്സിൻ്റെ നമ്മൾ ഇട്ട് കഴിഞ്ഞു. നമ്മൾ വീക്ക്ലി ടാർഗറ്റ് ചെയ്യാണ് എന്തൊക്കെയാണ് പഠിച്ച് തീർക്കേണ്ടതെന്ന്. സോ ഓരോ ദിവസവും നമ്മൾ പഠിക്കേണ്ടത് കുറേ ഉണ്ടെന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും അത് ബുദ്ധിമുട്ടായി തോന്നുന്നു വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഡെയിലി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, തെറ്റൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 2 കാര്യങ്ങളാണ് മെയിൻലി ഫോക്കസ് ചെയ്തത്. ഒന്ന്, എങ്ങനെയാണ് ഈ പറയുന്ന എക്സാമിന്, അതും 10th ലെവലിലുള്ള ഒരു എക്സാം, ഒറ്റ എക്സാം LDC കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇത്രയ്ക്കധികം ആൾക്കാർ അല്ലേ, എത്രയോ ലക്ഷം ആൾക്കാർ എഴുതുന്നുണ്ടത്. അപ്പോൾ അതിൽ നമുക്കൊരു മേൽക്കൈ നേടാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 80+ എങ്കിലും സ്കോർ ചെയ്യാൻ പറ്റണം അല്ലേ. അപ്പോൾ ഈ 80+ സ്കോർ ചെയ്യാൻ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പഠനം എങ്ങനത്തെ രീതിയിൽ ഏതൊക്കെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കണം എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒബ്വിയസ്ലി സിലബസിൽ പറഞ്ഞിട്ടുള്ള പോർഷൻസ് ഒക്കെ അത്യാവശ്യം കവർ ചെയ്തിട്ടുള്ളവരും റിവിഷൻ നന്നായി പോയവർക്കും എന്താണ് അധികം ബുദ്ധിമുട്ട് വരില്ല ഇനിയുള്ള ആ ഒരു ദിവസങ്ങളെന്ന് പറയുന്നത്. എന്നിരുന്നാലും ഒരു തൃപ്തിയില്ലാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, പല കാരണങ്ങൾ കൊണ്ട് എന്താണ് പഠിച്ചത് പോരാ, അല്ലെങ്കിൽ ഒരു ശരിയായ ട്രാക്കിലല്ല എന്നുള്ളൊരു തോന്നലുള്ളവർക്ക് ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എങ്കിൽ പോലും നമ്മൾ എത്ര വൈകി സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല, അവിടെ എപ്പോഴാണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ശ്രമം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ നിന്ന് പിന്നോട്ട് പോകരുത്. നമ്മൾ അത് ക്ലിയർ കട്ടായിട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 2, നമ്മൾ തുടങ്ങി വെച്ച ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇംഗ്ലീഷ്, മലയാളം നമ്മൾ ഇന്നത്തിൽ നോക്കും. അതിൽ ചിലതിൻ്റെയൊക്കെ ഓപ്ഷൻസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് വേറെ അധികം കാണാൻ സാധിക്കില്ല, നമ്മൾ തന്നെ സെർച്ച് ചെയ്ത് കണ്ടെത്തണം. അപ്പോൾ അതും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് അസോസിയേറ്റഡ് ഫാക്ട്സ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു പോവുക. ഇനി വരുന്നതിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ്, മലയാളമൊക്കെ ധാരാളം നമുക്ക് ഈ പറയുന്ന ചോദ്യപേപ്പറുകൾ ചെയ്താൽ തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മളിനിയും കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പേപ്പേഴ്സൊക്കെ തന്നെയും ഇക്കഴിഞ്ഞ ലേറ്റസ്റ്റ് എക്സാംസിന് 10th ലെവലിൻ്റെ ബേസിസിൽ നടന്നതാണ്. ഇതൊക്കെ പല പ്രാവശ്യം പല രീതിയിൽ ചോദിച്ച് അപ്പുറത്തൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വീക്ക്ലി പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന PYQ ഡിസ്കഷനും ഒന്ന് കുറച്ച് നേരം ഒന്ന് കേട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയാസും PYQയിൽ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്ന പോർഷൻസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊന്ന് പഠിച്ചു മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഒരു ദിവസവും പഠിച്ചു തീർക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മെയിൻസ് എക്സാമിനും കൂടുതൽ റിലൈ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന സോൾവിങ്ങിലാണ്. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച് ഓക്കെ ആണെന്ന് വിചാരിച്ച കാര്യങ്ങൾ നമുക്കൊരു ചോദ്യപേപ്പറിൽ നമ്മൾ ഇതാണ് ആൻസർ എന്ന് വിചാരിക്കുമ്പോൾ അല്ലാന്ന് അറിയുമ്പോഴാണ് നമ്മുടെ മനസ്സിലത് പതിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്കെ ആണെന്ന് വിചാരിക്കും, പക്ഷെ നമുക്ക് കൺഫ്യൂഷൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഓക്കെ ആണെന്ന് വിചാരിച്ചാൽ നമുക്കൊരു ചോദ്യം കിട്ടുമ്പോൾ അതിലത്തെ വേറെ ചില ഓപ്ഷൻസ് കാണുമ്പോൾ അതല്ലേ ഉത്തരം എന്ന് തോന്നും. അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി നമുക്ക് നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? PYQs ചെയ്യണം. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അതിന് അത്രയും ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്കത് ബോറിംഗ് ആയിട്ട് തോന്നുന്നത് ഞാനിത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് ഇത് കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ കാണുന്നവർ തീർച്ചയായിട്ടും മാക്സിമം നന്നായിട്ട് തന്നെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക ഈ കണ്ടുപോകുന്ന കാര്യങ്ങൾ. ഒപ്പം നിങ്ങളുടേതായ രീതിയിലുള്ള പഠനവും നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങൾക്കും തീർച്ചയായിട്ടും 80 above ഒക്കെ സ്കോർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ മനസ്സിൽ കോൺഫിഡൻ്റ് ആയിട്ട് വച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പഠിക്കാൻ. ഞാൻ ഇപ്രാവശ്യത്തിൽ നന്നായി സ്കോർ ചെയ്തിരിക്കും, നല്ലോണം പഠിച്ചിരിക്കും, എൻ്റെ മാക്സിമം കൊടുത്ത് തന്നെ ഞാൻ അത് നേടിയിരിക്കും. അതിൽ യാതൊരു റിഗ്രറ്റും എനിക്കിനി വരാൻ പാടില്ല. അതായത് പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ പഠിക്കാത്തതുകൊണ്ടെന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തത്, ഹി കെയിം ഏർലി, യൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. നമുക്കറിയാം ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് ഗ്രാമർ പോർഷനിൽ വരുന്നതാണ്. അതിൻ്റെ ആ ഒരു സെറ്റ് ഓഫ് റൂൾസ് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ആൻസർ കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഹി കെയിം ഏർലി എന്നാണ്. സോ കെയിം അവിടെ V2 ആണ്. ഹി ആണെന്നുള്ളത് നെഗറ്റീവ് ടാഗ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അവിടെ ഉള്ള ആ ഒരു നമ്മൾ ഉപയോഗിക്കേണ്ട ഓക്സിലിയറി വെർബ് എന്താണ്? ഡിഡ് ആണ് വരിക അല്ലേ. പിന്നെ അതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഡിഡിൻ ഹി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ സെറ്റാണ്, ഇഫ് ഐ പ്രിപ്പയർഡ് വെൽ ഐ ഡാഷ് ദ പ്രോജക്റ്റ്. അപ്പോൾ ഇത് അല്ലേ കണ്ടീഷണൽ ക്ലോസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണിത്. അപ്പോൾ ഇഫ് ക്ലോസിൽ നമുക്ക് 3 കണ്ടീഷനാണ് മെയിൻലി നമ്മൾ പഠിക്കുന്നത്. ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസൻറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എന്ത് വരും? മോഡൽ ഓക്സിലിയറി അല്ലേ. മോഡൽ ഓക്സിലിയറിയിൽ വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും വരിക. ഇനി സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നത് എങ്കിലോ, സിമ്പിൾ പാസ്റ്റ് ആണ് ഇഫ് ക്ലോസിൽ വരുന്നത് എങ്കിൽ മെയിൻ ക്ലോസിൽ വരുമ്പോൾ എന്തായിരിക്കും? മോഡൽ ഓക്സിലിയറി വുഡ് ഓർ ഷുഡ്, അങ്ങനത്തെ വുഡ് ഓർ ഷുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് തന്നെയായിരിക്കും. ദെൻ ഇഫ് കഴിഞ്ഞ് നമുക്ക് വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് എങ്കിൽ മെയിൻ ക്ലോസിൽ വരുമ്പോൾ അതെന്താവും? വുഡ് ഓർ ഷുഡ് അങ്ങനെയുള്ള ഓക്സിലിയറീസിൻ്റെ ആ ഒരു ഫോം
പ്ലസ് ഹാവ് പ്ലസ് V3. ഇതാണ് മെയിൻലി നമ്മൾ പഠിക്കുന്ന 3 കണ്ടീഷണൽ ക്ലോസ് അല്ലേ. പിന്നെ ഒരു സീറോ കണ്ടീഷണൽ ക്ലോസും കൂടി ഉണ്ട് പറയുന്നുണ്ട്. പക്ഷേ ജനറലി ആദ്യത്തെ 3 ചോദിക്കാറുള്ളൂ. അപ്പോൾ ഇവിടെ ഇഫ് ഐ പ്രിപ്പയർഡ് വെൽ, അതായത് സിമ്പിൾ പാസ്റ്റ് ആണ് വന്നിട്ടുള്ളത് ഇഫ് ക്ലോസിൽ. സോ മെയിൻ ക്ലോസിൽ വരുമ്പോൾ എന്തായിരിക്കും വരിക? വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ് തന്നെയാണ് വരേണ്ടത്. സോ ഐ വുഡ് കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് എന്നുള്ളതാണ് ശരി. ദെൻ വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് വിത്ത് മീ യെസ്റ്റർഡേ. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സിൽ ഒരാളെന്നാണ് പറയുന്നത് അല്ലേ. ഇത് നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ യെസ്റ്റർഡേ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് എന്തായാലും എന്തായിരിക്കണം? പാസ്റ്റ് ആയിരിക്കണം അല്ലേ. അപ്പോൾ എന്തായിരിക്കും നമുക്ക് ഉത്തരം വരിക? വൺ ഓഫ് മൈ ഫ്രണ്ട്സ് വാസ് വിത്ത് മീ യെസ്റ്റർഡേ എന്നുള്ളതാണ്. ദെൻ ഐ എം ഷുവർ ദാറ്റ് സംബഡി വാസ് സ്പൈയിങ് ഡാഷ് അസ്. ഓൺ ആണോ, ഫോർ ആണോ, ഇൻ ആണോ, എബൌട്ട് ആണോ? ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓൺ എസ്. ഓക്കെ, ഐ എം ഷുവർ ദാറ്റ് സംബഡി വാസ് സ്പൈയിങ് ഓൺ എസ്. പ്രപ്പോസിഷൻ എന്നുള്ള ഒരു ഇതിൽ നിന്ന് വന്നിട്ടുള്ളതാണത്. നെക്സ്റ്റ് 85ാമത്തെ ചോദ്യം. ദേ സെഡ് വി അറൈവ്ഡ് ലേറ്റ്, ചേഞ്ച് ദ സ്പീച്ച്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചാണ്. നമുക്ക് ദേ സെഡ് എന്നുള്ളത്, അതായത് ഇവിടെ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് പാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഒബ്വിയസ്ലി റിപ്പോർട്ട് ചെയ്യുന്ന ആ സെൻറ്റൻസിൻ്റെ ആ ഒരു ടെൻസ് മാറണം അല്ലേ. അപ്പോൾ ദേ സെഡ് ദാറ്റ് എന്നുള്ളതാണ് വരിക, നമുക്ക് ഉറപ്പാണ്. പിന്നെ വി അറൈവ്ഡ് ലേറ്റ്, അതായത് സിമ്പിൾ പാസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. അതിനെ എങ്ങനെ മാറ്റണം? പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം അല്ലേ. അപ്പോൾ എന്ത് വരും? ദേ സെഡ് ദാറ്റ് ദേ ഹാഡ് അറൈവ്ഡ് ലേറ്റ്. അങ്ങനെയല്ലേ വരിക? ദേ സെഡ് ദാറ്റ് ദേ ഹാഡ് അറൈവ്ഡ് ലേറ്റ്. Then which is the synonym for the word resemblance? Resemblance എന്ന് പറയുന്നതിൻ്റെ synonym എന്താണ്? Resemblance എന്ന് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആയതുകൊണ്ട് നമുക്കറിയാം സിമിലാരിറ്റി. സിമിലർ ആയിട്ടുള്ളത് പറയാനാണ് നമ്മൾ ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. Then identify the meaning of the idiom a piece of cake. A piece of cake എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വെരി ഈസി ടാസ്ക് എന്നാണ്. ഇത് സ്ഥിരം ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പലതിനും ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ a piece of cake എന്ന് പറയുന്നത് എൻ്റെ അർത്ഥം എ വെരി ഈസി ടാസ്ക് എന്നുള്ളതാണ്. Then a group of monkeys is called troop. ഓക്കെ, ട്രൂപ്പ് എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് നോക്കും, ആ ഒരു കളക്ഷനെ വിളിക്കുന്നത്. ദെൻ ദ ഫിയർ ഓഫ് ദ ഡാർക്ക് ഇസ് നോൺ ആസ് നിക്ടോഫോബിയ. നിക്ടോഫോബിയയാണ് എന്ത്? ഫിയർ ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എയറോഫോബിയ എന്താണ്? എയറോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റിനെ പേടിയുള്ളതിനെ പറയുന്നതാണ് എയറോഫോബിയ. ദെൻ ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താണ്? ഇങ്ങനെ അടച്ചിട്ട മുറിയിൽ അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ലിഫ്റ്റിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് കയറുമ്പോൾ ആ ഒരു, അതായത് എൻക്ലോസ്ഡ് സ്പേസസിനെ പേടിയുള്ളതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന സ്പേസ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ തെറ്റില്ല കേട്ടോ. ക്ലോസ്ട്രോഫോബിയക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതാണ് ക്ലോസ്ട്രോഫോബിയ. ദെൻ ക്രോണോഫോബിയ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ക്രോണോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ എക്സ്ട്രീം ഫിയർ ഓഫ് ടൈം ഓർ ദ പാസേജ് ഓഫ് ടൈം. കാലത്തെ ഭയങ്കരമായിട്ട് പേടിക്കുന്നതിനെയാണ് ക്രോണോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത് തന്നെ ചോദിക്കും. ഫിയർ ഓഫ് ഡാർക്ക്നെസ് എന്താണ്? നിക്ടോഫോബിയ. ക്ലോസ്ട്രോഫോബിയ ഇൻക്ലൂസ്ഡ് സ്പേസ് അല്ലെങ്കിൽ ക്ലോസ്ഡ് സ്പേസസിനെ പേടിക്കുന്നത്. അതുപോലെ എയറോഫോബിയ ഹൈറ്റിനെ, എയറിൽ എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഉണ്ടല്ലോ, അങ്ങനെ ആലോചിച്ചാൽ മതി, മാറിപ്പോകില്ല. ദെൻ ക്രോണോഫോബിയ എന്താണ്? ടൈമിനെ അല്ലേ, ആ ഒരു ക്രോണോളജി അങ്ങനെ ആലോചിച്ചാൽ മതി, അപ്പം മാറില്ല കേട്ടോ. കാലഗണനക്രമം എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതല്ലേ ക്രോണോളജിക്കൽ ഓർഡർ എന്നൊക്കെ. അപ്പോൾ അത് ഓർത്താൽ മതി. ആ ഒരു ടൈമിനെ വളരെയധികം പേടിക്കുന്ന, ആ ഒരു എന്താണ് പാസേജ് ഓഫ് ടൈമിനെ പേടി, അതാണ് ക്രോണോഫോബിയ. ഓക്കെ, നെക്സ്റ്റ് റൈറ്റ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ആർട്ട് റിലേറ്റഡ് ടു ഡെക്കറേറ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ്. നമുക്കറിയാം നല്ല രസത്തിൽ ഇങ്ങനെ ആ ഒരു അക്ഷരങ്ങൾ, അതായത് എന്താണ് ആ ഒരു ആർട്ട് ഓഫ് ഡെക്കറേറ്റീവ് റൈറ്റിംഗ് എന്നൊക്കെ പറയില്ലേ, ഹാൻഡ് റൈറ്റിംഗ്, അതാണ് എന്ത്? കാലിഗ്രാഫി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അറിയാവുന്നൊരു സംഭവമാണ് ന്യൂമറോളജി എന്ന് പറയുന്നത്, സംഖ്യാശാസ്ത്രം എന്നൊക്കെ പറയും. ഓക്കെ, അതായത് ഈ നമ്പേഴ്സും അതുപോലെ തന്നെ എന്താണ് ഈ നമ്പേഴ്സും ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ക്യാരക്ടേഴ്സൊക്കെ എങ്ങനെ മാറും എന്നുള്ളതിനൊക്കെ കുറിച്ച് പറയുന്നതാണ് ഈ ന്യൂമറോളജി. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത്. ദെൻ കേൾക്കാത്ത 2 സംഭവങ്ങളായിരിക്കും സെഫോളജിയും ഓർത്തോഗ്രഫിയും. ഇതിൽ സെഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? തിരഞ്ഞെടുപ്പ് പഠനമാണ്. അതായത് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും അതിൻ്റെ റിസൾട്ട്സിനെ കുറിച്ചൊക്കെയുള്ള പഠനമാണ് സെഫോളജി. ഓക്കെ, സെഫോളജി. ദെൻ നെക്സ്റ്റ് ഓർത്തോഗ്രാഫി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അക്ഷരശുദ്ധി, അതായത് അക്ഷരങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ശാസ്ത്രീയ പഠനമാണ്. ഓക്കെ, അക്ഷരങ്ങളെക്കുറിച്ചുള്ളൊരു ശാസ്ത്രീയ പഠനമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ, എസ്പെഷ്യലി ഓർത്തോഗ്രാഫിയും സെഫോളജിയും. ദെൻ നെക്സ്റ്റ് ഒറ്റപ്പദം എഴുതുക. ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്താ? ജാഗരം അല്ലേ, നമുക്കറിയാം. ദെൻ നെക്സ്റ്റ് തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ തിരു പ്ലസ് അടിയാണ് കേട്ടോ. തിരു പ്ലസ് അടി, തിരുവടി. ഓക്കെ, ദെൻ കുതുകാൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമുക്കറിയാവുന്ന ഒരു സംഭവം തന്നെയാണ്. വഞ്ചിക്കുക എന്നുള്ളത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഒന്നുള്ളതാണെന്ന് നമുക്ക് ഉറപ്പായി അല്ലേ, ഒന്നുള്ളതാണെന്ന് ഉറപ്പായി. ദെൻ ചില്ല മുറിക്കുക എന്നുള്ളത് വരില്ല എന്തായാലും അല്ലേ. പിന്നെയുള്ളത് ഏതാണ്? ഉയർച്ച തടയുക. കുതുകാൽ വെട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെയുള്ളത് ഉയർച്ച തടയുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ദെൻ പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം താഴെ പറയുന്നവയിൽ ഏതാണ്? നമുക്കറിയാലോ, ഇതിൽ തന്നിട്ടുള്ള വൈദ്യരാണ്. ദെൻ താഴെ കൊടുത്തവയിൽ തെറ്റായ പദം ഏത്? ജിജ്ഞാസ, ഉത്തരവാദിത്വം, ആസ്തിക്യം, ആദരാഞ്ജലി. ഇതിൽ
നമ്മളോട് ചോദിച്ചിട്ടുള്ളത് തെറ്റായ പദമാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ തെറ്റായ പദം ആദരാഞ്ജലി എന്നുള്ളതാണ് കേട്ടോ. അതെങ്ങനെ എഴുതുക? ആദരാഞ്ജലി അല്ലേ? അഞ്ജലിയും ഇങ്ങനെ തെറ്റാൻ ചാൻസ് ഉള്ള കേട്ടോ, അപ്പോൾ ശ്രദ്ധിച്ചോ. അഞ്ജലി, ആദരാഞ്ജലി, അങ്ങനെ നോക്കി. നെക്സ്റ്റ്, പ്രാചീനം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. അതേതാണ്? അർവാചീനം കേട്ടോ, അർവാചീനം അല്ലെങ്കിൽ നവീനം എന്നും പറയാം. ഓക്കെ, ദെൻ മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം ഏത്? അത് നിധനം. നിധനമാണ് കേട്ടോ മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം. നീഹാരം, തുഷാരം, തുഹിനം ഒക്കെ മഞ്ഞിൻ്റെ പര്യായ പദങ്ങളാണ്. നോക്കി, നീഹാരം, തുഷാരം, തുഹിനം. ദെൻ വിഗ്രഹാർത്ഥം എഴുതുക. പാദപങ്കജം, വിഗ്രഹിച്ച പാദമാകുന്ന പങ്കജം. ദെൻ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന ആശയം നമുക്കറിയാം അല്ലേ? എന്താണ്? തിന്നാൽ മുള്ളും തിന്നും. ദെൻ ചേർത്ത് എഴുതുക. കടൽ പ്ലസ് പുറം, കടപ്പുറം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് എന്താണ് ഇംഗ്ലീഷ് മലയാളം മേഖലയിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നോക്കേണ്ടത് എങ്ങനെ അല്ലേ, ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമുക്ക് ഈ ഒരു 80+ ഒക്കെ സ്കോർ ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞത്. നമുക്ക് ഈ വരുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിന്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊന്ന് സിലബസ് എടുക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ സിലബസിൽ ഓരോന്നിനും പറഞ്ഞിട്ടുള്ള മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്കൊന്ന് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട്സ് ഏതാണ്, അതുപോലെ ഇത്രയാണെങ്കിലും കുറവ് വരാൻ സാധ്യതയുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് വേഗം നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, ഇത്രയും സംഭവങ്ങൾ നമുക്ക് എന്താണ് SCERT, NCERT, റാങ്ക് ഫയല് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടും PYQs ഒക്കെ അനലൈസ് ചെയ്താലും അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റും ഫുൾ മാർക്സ്. ഓക്കെ, അപ്പോൾ 5 into 4 നമുക്ക് 20 മാർക്സ് ഈ ഒരു ഏരിയയിൽ നിന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജീവശാസ്ത്രം, അതുപോലെ ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, ഇത് എപ്പോഴും ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിട്ടാണ് ചോദിക്കാറുള്ളത്. വളരെ എളുപ്പത്തിലുള്ള ടൈപ്പാണ് ചോദിക്കാറുള്ളത്. പക്ഷെ നമ്മൾ അത്യാവശ്യം SCERT പാഠഭാഗങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു 12 മാർക്സ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പ്യൂട്ടർ ബേസിക്കലി കമ്പ്യൂട്ടറിൽ എന്താണ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് പറഞ്ഞതിനൊക്കെ വളരെ ടഫായിട്ടുള്ള 1-2 ചോദ്യങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ സപ്പോസ് നമുക്കത് 3 സ്കോർ ചെയ്യാൻ പറ്റും തന്നെ വിചാരിക്കാം. അല്ലെങ്കിൽ എന്താണ് കൂടി വന്നാൽ 2 മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമല്ലോ. ഇനി നമുക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഈ 3 ഏരിയാസ് ചെയ്തോ എന്താണ് കുറച്ച് ഡിലീഷൻ, അതുപോലെ തന്നെ എന്താണ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വിചാരിക്കുക 8 മാർക്ക് വെച്ചിട്ടാണ് ഈ 3നും ലഭിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് 24 മാർക്സ് ആ ഒരു ഏരിയയിൽ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 59 മാർക്സ് ഇത്രയും ഏരിയാസ് ചെയ്ത് നമുക്ക് ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ നമുക്ക് ഇത്രയാണെങ്കിലും ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളതും അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയാസ് ഏതാണ്? ഈ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും. ഇത് നമുക്കൊരു 3 മാർക്സ് കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കാം. ഓക്കെ, ദെൻ കലാകായികം, സാഹിത്യം 5 മാർക്സ് ആണ് അതിൽ കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് PYQ ഒക്കെ നോക്കി നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞു പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചിലതൊക്കെ ടഫാണ് എങ്കിൽ എന്ത് വരും? ഒരു കൂടി വന്നാൽ 2 കിട്ടിയുള്ളൂ. ഓക്കെ, 2 മാർക്സ് കിട്ടിയുള്ളൂ. ദെൻ സുപ്രധാന വിഷയങ്ങൾ വളരെ ട്വിസ്റ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ. ഇതിൽ നിന്ന് നമുക്കൊരു 3 മാർക്സ് കിട്ടി. ദെൻ ആനുകാലിക വിഷയങ്ങൾ, കറണ്ട് അഫയേഴ്സ് 15 ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ, മെജോറിറ്റി പോർഷൻ ഈ ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഏരിയയിൽ നിന്നാണ്. സിമ്പിൾ ആയിട്ടുള്ളതും കുറച്ച് നമുക്ക് പ്രതീക്ഷിക്കാം, എന്നാൽ നമ്മൾ അറിയാത്ത കുറച്ചും പ്രതീക്ഷിക്കാം. ഇപ്പോൾ 5 എണ്ണം അറിയാത്താന്ന് വിചാരിക്കും. അപ്പോൾ 15 ആയില്ലേ? അപ്പോൾ നമുക്ക് ടോട്ടലി അവിടെ എത്ര വരും? അപ്പോൾ നമുക്കൊരു 23 മാർക്സ് അവിടെ നിന്ന് വന്നു അല്ലേ? അപ്പോൾ 59ഉം 23ഉം നോക്കുമ്പോൾ നമുക്കൊരു 82 മാർക്ക് വന്നു കഴിഞ്ഞു അല്ലേ? ഇത് നമുക്ക് എങ്ങനെയാ സാധിച്ചത്? ഈ 82 മാർക്ക് നമ്മളുടെ ഒരു അസസ്മെന്റ് ആണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് പക്ഷെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ തന്നെ വരും എന്ന്. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന നമുക്ക് കുറച്ച് ടഫായിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് ഏതാണ്? അത് ഈ പറയുന്ന ആക്ടിന്റെ ഏരിയ, കറണ്ട് അഫയേഴ്സിന്റെ ഏരിയ, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കേരള ഗവേണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബാക്കി നമ്മൾ കാണുന്ന സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് കാണുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ലാംഗ്വേജ് വരുന്ന ഇംഗ്ലീഷ്, മലയാളം, പിന്നെ മാത്സ്, ഇത് ഈ ഒരു ഏരിയയിൽ നിന്നും അത്യാവശ്യം ഇങ്ങനത്തെ രീതിയിൽ സ്കോർ ചെയ്താൽ. ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലുള്ളത് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വരും? ഒരു എന്താണ് എന്തൊക്കെ ചെയ്താലും ഒരു 75-ന് മുകളിലെങ്കിലും വരും അല്ലെ? പക്ഷെ ഇത് നമുക്ക് നെഗറ്റീവ്സ് ഒന്നും ഇല്ലാന്ന് നമ്മൾ വിചാരിച്ചിട്ടാണ് അല്ലെ? നെഗറ്റീവ്സും വരാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഒരു 90 എണ്ണമൊക്കെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ്സും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം? വരാം അല്ലെ? ഇപ്പോൾ 89 എണ്ണം തന്നെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ 9 എണ്ണം തെറ്റിയാൽ തന്നെ 80-ലോട്ട് നിൽക്കും. ആദ്യം നമ്മൾ മാർക്കും കൂടെ കുറയ്ക്കുമ്പോൾ 77. എന്നിരുന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്കാണ് അതല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു റേഞ്ചിലോട്ട്, അതായത് 80ന്റെ മുകളിൽ, ഇതിപ്പോൾ ഞാൻ ഈ പറയുന്ന കേരള ഗവേണൻസ് ഓക്കെ ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ആക്സ് ഒക്കെ സെറ്റ് ആയിട്ടുള്ളവർക്ക് ഇതൊരു പ്രശ്നമേ അല്ല. അവർക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം? നല്ലോണം മാർക്സ് സ്കോർ ചെയ്യും അല്ലെ? ഇത് നമ്മളുടെ എന്താണ് ഒരു സാധ്യതയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ എന്നുള്ളത്. ഓക്കെ,
അപ്പോൾ ഇപ്പോഴത്തെ ഒരു ചോദ്യത്തിന്റെ ആ ഒരു പാറ്റേൺ ഈ കഴിഞ്ഞ എക്സാംസിന്റെ നോക്കിയപ്പോൾ തന്നെ ഈ പറയുന്ന നമ്മളുടെ ഇപ്പൊ ഈ നീലയിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയാസിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുള്ളത് വളരെ നമുക്ക് എന്താണ് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. പിന്നെ മലയാളം ഒക്കെ നമുക്ക് ഒരിക്കലും 8 കിട്ടുന്നു എന്ന് ഞാൻ പറയില്ല. എന്നാലും എന്താണ് അത്യാവശ്യം ഇപ്പൊ 2 മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതൊക്കെ സെറ്റ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ഓക്കെ ആണത് അല്ലെ. അല്ലാത്ത പക്ഷം കൂടി അത് 80 മാർക്ക് അപ്പോഴും അല്ലെ. അല്ലെങ്കിൽ ഒരു ഞാൻ പറഞ്ഞല്ലോ 75 മുകളിലെങ്കിലും നമ്മൾ എത്തും. ഇനി ഈ പറയുന്ന ഏരിയാസും കൂടെ സെറ്റ് ആയി കഴിഞ്ഞാൽ ഒരുവിധം ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു എത്തും. അപ്പോൾ അതിന് നല്ലവണ്ണം ഈ പറയുന്ന ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസ് കുറച്ച് ഒന്ന് ഫോക്കസ് ചെയ്യാം. ഒപ്പം ഈ പറയുന്ന ഇന്ത്യൻ ഭരണഘടന ഉണ്ടല്ലോ എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അത് എളുപ്പത്തിൽ ചോദിക്കുന്നത് അത്യാവശ്യം ട്വിസ്റ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് കുറച്ച് എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് പഠിക്കണം. അതോർത്ത് നിങ്ങൾ ഇതാക്കണ്ട, അയ്യോ ഈ എളുപ്പം എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുക്കണമെന്നും എനിക്ക് എളുപ്പമില്ല. അത് ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, നിങ്ങളുടെ ചിലപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് നിങ്ങൾക്ക് ഈസി ആയിരിക്കാം. ഇപ്പോൾ മെജോറിറ്റിയും പക്ഷെ പൊതുവേ മിക്കവർക്കും ബുദ്ധിമുട്ടാകാൻ ചാൻസ് ഉള്ളതാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ഒരിക്കലും ഇത് കണ്ടിട്ട് അയ്യോ എനിക്ക് അതല്ലല്ലോ എനിക്ക് മറ്റന്നാളും പാടാതെ ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ സ്ട്രോങ് പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ സിലബസിൽ എനിക്ക് ഏരിയ ഓക്കെ ആണ്, ഞാൻ അതിൽ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ദെൻ അതിനെക്കുറിച്ച് ബോധർ ചെയ്യണ്ട. നമുക്ക് വീക്ക് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് നമ്മൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി ആ ഏരിയ കുറച്ചധികം ശ്രദ്ധ ചെലുത്തി പഠിക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു 34 ദിവസം നമ്മുടെ മുന്നിലുള്ളതിൽ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് നോക്കേണ്ടത് നമുക്ക് സ്ഥിരമായി മാർക്ക് പോകുന്ന, നമുക്ക് ഒട്ടുമേ എന്താണ് മാർക്ക് കിട്ടാത്ത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടെങ്കിൽ അതിനെ കുറച്ച് ഫോക്കസ് ചെയ്യാം. പിന്നെ ഇതിൽ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആണ് ബുദ്ധിമുട്ടെങ്കിൽ അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ഞാൻ പറയില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് മോസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അത് ഞാൻ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രം പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. നമ്മൾക്ക് ബേസിക് ആയിട്ട് അറിയാവുന്നത് ആൻസർ ചെയ്യുക. അല്ലാതെ ഒട്ടും അറിയില്ലെങ്കിൽ അതിനെ നോക്കില്ല നമ്മൾ. ഓക്കെ, കാരണം വെറുതെ ഒരു നെഗറ്റീവിനെ ക്ഷണിച്ചു വരുത്താൻ ആരും ആഗ്രഹിക്കില്ല. കാരണം നെഗറ്റീവാണ് പലർക്കും വില്ലൻ ആകുന്നത്. എത്ര നമ്മൾ അറ്റംപ്റ്റ് ചെയ്താലും അവിടെ ഒരു 10-15 നെഗറ്റീവ് വന്നാൽ തന്നെ നല്ലോണം മാർക്സ് ഡ്രോപ്പ് ആവും. ഓക്കെ, അപ്പോൾ ആ ഒരു നെഗറ്റീവ്സിനെ നമുക്കൊരു 10ന്റെ ഉള്ളിൽ നിർത്തണം. ഓക്കെ, ഒരു 9 വന്നാൽ തന്നെ നമുക്ക് 3 മാർക്കേ പോകുള്ളൂ. പക്ഷെ അത്രയും പോലും വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അറിയാത്തത് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയിട്ട് മാറ്റി വെച്ചതൊക്കെ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്കും 80 മുകളിലൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. എനിക്കിപ്പോഴും സ്കോർ ചെയ്യാൻ പറ്റുമ്പോഴൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ ലാബ് അസിസ്റ്റന്റ് എക്സാമിന്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അബദ്ധം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. കാരണം നമ്മൾ ആ സമയത്ത് പെട്ടെന്ന് എന്താണ് ഇതായിരിക്കുമോ അങ്ങനെ എന്നുള്ള രീതിയിൽ നമ്മൾ ചില കാര്യങ്ങൾ നമുക്കൊരു എന്താ പറയാ ആ സമയത്ത് നമുക്കൊരു ഇത് വരും, കൺഫ്യൂഷൻ വരും. അപ്പൊ അതൊക്കെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കും. എന്നാൽ മാത്രമേ നമുക്കൊരു ഡൗട്ട് വരാതിരിക്കുള്ളൂ. ഓക്കെ, ഡിലീഷൻ എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്തായിരിക്കണം, ഉറപ്പുണ്ടായിരിക്കണം. ഇപ്പൊ 1, 2, 3 ഒക്കെ കറക്കി കുത്തി എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു 10-15 കറക്കി കുത്തുന്നത് റിസ്ക് ആണ്. ഇപ്പൊ ചില എക്സാമ്പിൾ നമ്മൾ ചെയ്തു പോകും, പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർക്ക് ഇത് ലക്കിൽ ശരിയാവാം, പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ലല്ലോ. അപ്പൊ അതൊരു റിസ്ക് ആണ്. ഇപ്പൊ 76 ചെയ്ത ഒരാൾ അല്ലെങ്കിൽ 78 ചെയ്ത ഒരാൾ, പക്ഷെ അയാൾക്ക് 3 തെറ്റിയിട്ടുള്ളൂ എങ്കിൽ അത്രയും മാർക്ക് അവിടെ ഡ്രോപ്പ് ആവില്ല. 80 ചെയ്ത ഒരാൾ, അയാൾക്കൊരു എന്താണ് 9 തെറ്റിക്കഴിഞ്ഞാൽ തന്നെ എത്ര വരും? 71 വരും. 71 വീണ്ടും ആ 9ന്റെ മാർക്ക് പോകും. അപ്പൊ 70ന്റെയും താഴോട്ട് മാർക്ക് പോകും അല്ലെ. അപ്പൊ അതാണ് പ്രശ്നം. ആ ഒരു പ്രശ്നം ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ എന്താണ് പ്രാക്ടീസ് ചെയ്യണം. ക്വസ്റ്റ്യൻസ് കണ്ട് ഇപ്പൊ എന്തെങ്കിലും മോക്ക് ടെസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് സീരീസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ഇനി അതിനൊന്നും സമയം കിട്ടാത്തവരുണ്ടെങ്കിൽ, അതായത് പോർഷൻസ് തന്നെ പഠിച്ച് സെറ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ അത് കുറെ പെയിന്റിംഗ് ഉണ്ട്, കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എന്നുള്ള തോന്നലുള്ളവരുണ്ട് എങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്താണ് ഈ PYQന്റെ ക്ലാസ്സസ് കേൾക്കാൻ ശ്രമിക്കാം. മോസ്റ്റ് പ്രോബബ്ലി ഇങ്ങനെയുള്ള ക്ലാസ്സസിൽ അസോസിയേറ്റഡ് ഫാക്ട്സും പറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ചോദ്യത്തിന്റെയും പാറ്റേൺ കാണും. നമ്മൾ കുറച്ച് അറ്റംപ്റ്റ്സ് ഒന്ന് കൂട്ടിയെടുക്കണം. മാക്സിമം നിങ്ങൾ എബവ് 80 തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അതിന് ഏതെങ്കിലും 1-2 പേപ്പർ നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ കഴിഞ്ഞ ലാബ് അസിസ്റ്റന്റോ അല്ലെങ്കിൽ സെക്രട്ടറിയേറ്റോയോ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റി? ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് 1.5 മണിക്കൂർ എടുത്ത് തന്നെ ചെയ്ത് നോക്കണം. ഓക്കെ, അങ്ങനെ എടുത്ത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എത്ര എണ്ണം എൻ്റെ ഇതുവരെയുള്ള അറിവ് വെച്ചിട്ട് ചെയ്യാൻ പറ്റി, എൻ്റെ ഒരു ലോജിക്കൽ റീസണിങ്ങിൽ നിന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റി, ഇനി എനിക്ക് ഏതിനൊക്കെ പോയത് എന്തുകൊണ്ട്, എനിക്ക് ആ ഏരിയ എന്താണ് ആ ഏരിയ എന്ന് മനസ്സിലാവാത്തതെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. നമ്മളുടെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് പരിഹരിക്കാൻ പറ്റൂ. അത് പരിഹരിച്ചാലേ നമുക്ക് കുറച്ചും കൂടെ എന്താണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും അല്ലെ. അല്ലാതെ നമ്മൾ വീണ്ടും ആ തെറ്റ് ആവർത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ബാക്കോട്ട് തന്നെ പോകുള്ളൂ. ഓക്കെ, എവിടെയാണ് പ്രശ്നം എന്ന് കണ്ടിട്ടല്ലേ നമ്മൾ അവിടെ തിരുത്തേണ്ടതും അതിനനുസരിച്ച് നമ്മുടെ പഠനം ക്രമീകരിക്കേണ്ടതും. അപ്പോൾ നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഏതാണെന്ന് നിങ്ങൾക്ക് കൃത്യം മനസ്സിലാക്കുന്നത് നിങ്ങൾ കുറച്ചും കൂടെ ടൈം എടുത്തിട്ടാണെങ്കിൽ അത് പഠിച്ചെടുക്കാൻ ശ്രമിക്കാം. ഒട്ടുമേ അത് വളരെ ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കാനേ പറ്റുന്നില്ല എങ്കിൽ അത്രയും എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻസ് നിങ്ങൾ നോക്കട്ടെ.
പക്ഷെ പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷെ 1 2 ആവർത്തി അതൊന്ന് കേൾക്കണം, അല്ലെങ്കിൽ ഒന്ന് ശ്രമിക്കണം എന്നുള്ളതാണെങ്കിൽ ഇത്തിരി ടൈം എടുത്താലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഈ ഒരു 34 ദിവസം കൊണ്ട് നമുക്ക് ഈ സിലബസിലെ അത്യാവശ്യം വേണ്ട ഏരിയാസെങ്കിലും കവർ ചെയ്യണം. ഓക്കെ. അപ്പോൾ വളരെ എന്താണ് കുറേ ഭയങ്കര ടോപ്പിക്സ് ഒക്കെ ഉള്ള സാധനങ്ങൾ നോക്കി സമയം കളയുന്നതിനേക്കാളും നല്ലത് കോറായിട്ടുള്ള, അതായത് വളരെ കാതലായിട്ട് സ്ഥിരം ചോദിക്കുന്ന പ്രാധാന്യമുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി നോക്കാൻ ശ്രമിക്കണം. നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്ങനെ ആയിരിക്കും എക്സാം, ഈസി ആയിരിക്കും ടഫ് ആയിരിക്കും ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. കുറേ നേരം ഒരു ടോപ്പിക്കും വെച്ചിരിക്കരുത്. ഇപ്പോൾ കേവലം 1 മണിക്കൂർ കൊണ്ട് തീരുന്ന സാധനം 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ കൊണ്ട് ഇരിക്കരുത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ആ കറക്റ്റ് ടൈമിനുള്ളിൽ ഞാൻ തീർത്തിരിക്കും. പിന്നെ വീണ്ടും ഒന്നും കൂടെ നോക്കാം എന്നുള്ള ഒരു ഇതിലേക്ക്, അതായത് ഏതെങ്കിലും ചോദ്യ പേപ്പർ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കാണുമ്പോഴോ അത് നോക്കാം എന്നുള്ള രീതിയിലോട്ട് എത്തണം. അപ്പോൾ ഡെയിലി നമ്മളിപ്പോൾ PYQ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കറസ്പോണ്ടിങ് ഏരിയാസ് പഠിക്കാനാണ് ഞാൻ പറയുന്നത്. ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്നതിന്റെ കൂടെ ഈ PYQ പറഞ്ഞ ചോദ്യങ്ങളും കൂടെ നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട ഏരിയാസ് ഒക്കെ നമുക്ക് കവർ ആകും. നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. എക്സാം എഴുതുന്ന ടൈമിൽ ടെൻഷൻ വരില്ല. അധികം ഫോൺ യൂസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ യൂസ് ചെയ്യാം. അല്ലാതെ എല്ലാ ആ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് ടൈം നിങ്ങളുടെ എന്റർടൈൻമെന്റിന് ഇതാക്കാം. ഫുള്ളി ഇങ്ങനെ തല കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ പറയാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു റെസ്റ്റ് വേണം. ആവശ്യത്തിന് റെസ്റ്റും വേണം, ആവശ്യത്തിന് ഉറക്കവും വേണം. അത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ബ്രെയിനിന് ഇടയ്ക്ക് റെസ്റ്റ് കൊടുക്കണം. ഫ്രം ഇന്ത്യൻ ഭരണഘടന ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള കണ്ടന്റ് ആണ്. ഈ സംഭവങ്ങളും നമ്മുടെ കയ്യിലുള്ള കംപ്ലീറ്റ് ടെക്സ്റ്റ് നോക്കിയാൽ തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഫുള്ള് സ്കോർ ചെയ്യാനും പറ്റും. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം നമ്മൾ ബേസിക്കലി ഇംഗ്ലീഷ് മലയാളത്തിന് PYQ ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു സ്കോറിങ് എത്താൻ പറ്റും. പ്ലസ് ഒരു കാര്യം മസ്റ്റായിട്ട് ചെയ്യണം, ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പോർഷൻസിൻ്റെ റൂൾസ് കംപ്ലീറ്റ് സെറ്റ് ആയിരിക്കണം. പിന്നെ മലയാളത്തിൻ്റെ ഈ പറയുന്ന റിപ്പീറ്റഡ് ആയിട്ട് ഓരോന്നിൻ്റെയും ചോദിക്കുന്നതിന് പര്യായമൊക്കെ അത്യാവശ്യം ഓരോ ദിവസവും കവർ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അവർ നമ്മളുടെ ബുക്കിലൊന്നും ഇല്ലാത്തതും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മാക്സിമം നമ്മൾ PYQനെ ഡിപ്പെൻഡ് ചെയ്യണം. പിന്നെ നമുക്ക് എക്സ്ട്രീംലി ബുദ്ധിമുട്ടാകുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന കേരള ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു പഠിക്കുന്ന ടൈമിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണം. ഈ ഒരു 34 ദിവസത്തിൽ കുറച്ച് ഫോക്കസ് കൂടുതൽ കൊടുക്കണം. ഒപ്പം അതുപോലെ ഈ കലാ, കായികം, സാഹിത്യം അത് നമ്മൾ PYQനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഈ പറയുന്ന ആനുകാലിക വിഷയങ്ങൾ അത് മാക്സിമം ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങൾ വരെ അപ്ഡേറ്റഡ് ആയിരിക്കണം നമ്മൾ. ഒപ്പം 24 കൂടെ കുറച്ച് അറിയുന്നത് നല്ലതാണ്. 23 എക്സ്ട്രീംലി ബുദ്ധിമുട്ടാണ് ഓർത്ത് വയ്ക്കാൻ. ഇതിൽ സ്പെഷ്യൽ ഇവൻറ്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നോക്കുന്നത് നല്ലതായിരിക്കും. എന്നിരുന്നാലും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ. അപ്പോൾ PYQനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട മെയിൻലി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബുദ്ധിമുട്ടുള്ള ഏരിയ ഉണ്ടല്ലോ, അതായത് സുപ്രധാന നിയമം അല്ലേ, സുപ്രധാന നിയമങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വളരെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് അതിൽ നിന്ന് ചോദിക്കുന്നത് അല്ലേ. ആദ്യം സെക്ഷൻ ചോദിച്ചു, ആദ്യമൊക്കെ വർഷം എന്ന് വന്നു, അങ്ങനത്തെ രീതിയിലായിരുന്നു ചോദ്യം. പിന്നെയൊക്കെ വകുപ്പിനെ കുറിച്ച് ചോദിക്കാൻ തുടങ്ങി, വകുപ്പിന്റെ നമ്പറിങ്, പിന്നെ സ്റ്റേറ്റ്മെന്റ് ആയി, ഇനി ശിക്ഷാ നടപടികൾ, അങ്ങനെയൊക്കെ ആയി തുടങ്ങി. അപ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണത്. അപ്പോൾ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ പറയുന്ന മേഖലകളൊന്ന് ഫോക്കസ് ചെയ്യണം. ഏത് കുറച്ചും കൂടെ ഫോക്കസ് കൂടുതൽ കൊടുക്കണം എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, കേരള ഗവേണൻസ്, അതുപോലെ കലാകായികം, സാഹിത്യം, സുപ്രധാന നിയമങ്ങൾ, ആനുകാലിക വിഷയങ്ങൾ. ഓക്കെ, കാരണം ഒരു ആക്ട് എടുത്തു കഴിഞ്ഞാൽ കുറേയധികം കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. നമ്മൾ എന്താണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ PYQ ചെയ്യണം. ഓക്കെ, കേരള ഗവേണൻസും അങ്ങനെ തന്നെയാണ്. സാധാരണ നമ്മൾ പറയുന്ന കമ്മീഷൻസ്, അതുപോലെ സ്റ്റേറ്റിൽ വരുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, അതുപോലെ വാട്ടർഷെഡ് മാനേജ്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഏരിയാസ് ഒക്കെ തന്നെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ചോദ്യങ്ങളും ചില ചോദ്യ പേപ്പറുകളാണല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒബ്വിയസ്ലി ഓരോ ഹോട്ട് ടോപ്പിക്സ് എന്നുള്ള രീതിയിൽ ഓരോ വീക്കിലും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് അത് പഠിക്കുക. നിങ്ങൾക്കിപ്പോൾ ഒട്ടും തന്നെ അതായത് പഠിച്ചു തീർന്നിട്ടില്ല പോർഷൻസ്, അപ്പോൾ അതിനോടൊപ്പം എങ്ങനെ PYQ ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആരുടെയെങ്കിലും PYQയുടെ ക്ലാസ് ആയിട്ടാൽ മതി. ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്, PYQൻ്റെ ഓരോ ഡിസ്കഷൻസ് നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ ഒരു PYQൻ്റെ ക്ലാസ്സസ് കേൾക്കുക. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സും എന്തായാലും പറയും. ഇപ്പോൾ ഞാനാണെങ്കിൽ പറയുന്നുണ്ട് അസോസിയേറ്റഡ് ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന്. അപ്പോൾ ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്താണ് മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഡിപ്പെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് മാക്സിമം ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്തൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ടോപ്പിക് വൈസ് ആയിട്ട് PYQ ഡിസ്കസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ചരിത്രം എടുത്ത ചരിത്രത്തിൻ്റെ ചോദ്യങ്ങൾ മാത്രം, അതുപോലെ ജോഗ്രഫി എടുത്ത ജോഗ്രഫിയിൽ നിന്ന് വന്ന ഇതുവരെയുള്ള ചോദ്യങ്ങൾ, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സബ്ജക്റ്റിൽ നിന്ന് തന്നെ കുറേ ഏരിയാസ് നമ്മൾ ഒരേ സമയം നോക്കാൻ ശ്രമിക്കുമ്പോൾ കൺഫ്യൂസിങ് ആവില്ലേ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഓരോ പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നത്. ഓക്കെ, കാരണം നമുക്കൊരു പേപ്പറിൽ 100 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പല ഏരിയാസിൽ നിന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പേപ്പർ നമ്മൾ പരിശീലിക്കുമ്പോൾ നമുക്ക് വേറെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, കൺഫ്യൂഷൻ അടിക്കില്ല. അതേസമയം നമ്മൾ ഒരേ ഏരിയയിൽ നിന്ന് തന്നെ, അതായത് ഒരു സബ്ജക്റ്റിൽ നിന്ന് തന്നെ കുറേയധികം ചോദ്യങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാം കൂടെ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു പേപ്പർ വെച്ചിട്ട് ഒരു പേപ്പർ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ പേപ്പറിൽ നമുക്ക് 5 വീതം ഇന്ന ഏരിയാസ് ഉണ്ട്, അപ്പോൾ അതിൽ നിന്ന് വന്ന ചോദ്യങ്ങളുടെ അസോസിയേറ്റഡ് ഫാക്ട്സ് പറഞ്ഞു പോയി അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം റിലൈ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ
എന്താണ് SCRT ഒട്ടും നോക്കാത്തവരുണ്ടെങ്കിൽ SCRT ഒന്ന് ജസ്റ്റ് നോക്കാം. വായിച്ച് തീരുന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത്യാവശ്യം കണ്ടിട്ടുണ്ട് അതിൽ കുറച്ച് വായിച്ച് തീർക്കണം. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, SCRT നോക്കുക. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ IT ചോദ്യം വന്നപ്പോൾ നമ്മൾ NCERTയുടെ ആ ഒരു പാഠഭാഗം നോക്കിയില്ലേ +1 അങ്ങനെ നോക്കി പോകാം നമുക്ക്. ഓക്കെ, അപ്പോൾ NCERTയുടെ ചോദിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചോദിക്കും. ഇതിൽ ചോദിക്കുന്നത് എക്കണോമിക്സ് IT പോലെയുള്ള ഏരിയാസിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് ഇപ്പോൾ ഇനി ഓരോ ചാപ്റ്റർ എടുത്ത് ഇതാക്കാൻ സമയമില്ലെങ്കിൽ, ഒട്ടുമേ ഇല്ലെങ്കിൽ, കുറേ പഠിച്ച് തീർക്കാനുണ്ടെന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. മാക്സിമം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി നമ്മൾ പറയുന്ന രീതിയിൽ ആ ഒരു ഹോട്ട് ടോപ്പിക്സ് കംപ്ലീറ്റ് കവർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഏറ്റവും നല്ലൊരു മാർക്കിങ്ങിലേക്ക് എത്താൻ സഹായിക്കുന്നത് PYQ സോൾവിങ് ആയിരിക്കും. എബവ് 60 ഒക്കെ ഉറപ്പിക്കാൻ പറ്റും നമുക്കൊരു PYQs മാത്രം സോൾവ് ചെയ്താൽ തന്നെ. പിന്നെ നമുക്ക് ആ ഒരു എക്സ്ട്രാ അത്രയും മാർക്സിലേക്ക് എത്തണം, ഒരു 80ക്ക് മുകളിലൊക്കെ എത്താനുള്ള സഹായിക്കുന്നത് നമ്മൾ ഈ എന്താണ് വളരെ ബുദ്ധിമുട്ടുള്ള ഏരിയാസിൽ നമുക്ക് എന്താണ് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇത്രയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും കൺഫ്യൂഷനായിട്ടോ അല്ലെങ്കിൽ എന്താണ് നെഗറ്റീവോ അങ്ങനെ വല്ല വന്നു കഴിഞ്ഞാൽ തന്നെ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോകും എന്നുള്ളത്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഐഡിയൽ, നമ്മളെല്ലാം പറയുമല്ലോ ചിലർക്ക് ഐഡിയൽ സിറ്റുവേഷനാണ്, അതായത് ഇന്ന കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ ഓക്കെ ഇത്രയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊരു ഐഡിയൽ കേസ് മാത്രമാണ്. നമുക്ക് റിയലിസ്റ്റിക് ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ഇടണം. നമ്മളുടെ എയിം 80+ ആണ്. അത് ആ ഒരു 80+ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ടാർഗറ്റ് ചെയ്താലേ നമുക്കൊരു 75 എബവ് എങ്കിലും കിട്ടാം, അല്ലെങ്കിൽ ഒരു 70 എബവ്, ഓക്കെ 70+ എങ്കിലും നമുക്ക് കിട്ടാൻ സാധിക്കണമെങ്കിൽ നമ്മളൊരു 80+ ടാർഗറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അത്രയും എഫേർട്ട് നമ്മൾ ഇടുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് സെറ്റ് ആകും എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ഒരു 34 ദിവസം അത്യാവശ്യം നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്യുക. അതിൻ്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാകാമുകളൊക്കെ ഒന്ന് ഈ പേപ്പറുകളൊക്കെ ഒന്ന് നോക്കുക. മെയിൻലി നമ്മൾ PYQൻ്റെ സോൾവ് ചെയ്യേണ്ട പേപ്പറുകളെന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. പക്ഷേ ഈ ഒരു ടൈമിൽ വെറുതെ കുറേ നേരം ടൈം അതിൽ സ്പെൻഡ് ചെയ്യാൻ ഞാൻ പറയില്ല. പക്ഷേ 1 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ മതിയല്ലോ നമുക്ക് ഒരു എക്സാമിൻ്റെ പേപ്പർ നോക്കാൻ, അതിൻ്റെ ആൻസേഴ്സ് നോക്കാൻ. അപ്പോൾ മെയിൻലി നമ്മൾ കഴിഞ്ഞ LDC, LGS, അതുപോലെ 10th പ്രിലിംസ്, പിന്നെ ഞാൻ പറഞ്ഞ ലാബ് അസിസ്റ്റൻറ്റ്, സെക്രട്ടറി, TOE, ഇതൊക്കെ പേപ്പറുകൾ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഡിഗ്രി ലെവലിൻ്റെ സ്റ്റേജ് 1ഉം സ്റ്റേജ് 2ഉം നോക്കുന്നത് നല്ലതാണ്. സ്റ്റേജ് 2 അത്യാവശ്യം എളുപ്പമാണ് ഇന്നലത്തെ നടന്നത്. സ്റ്റേജ് 1 അത്യാവശ്യം ടഫായിരുന്നു, കുറേയധികം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളമൊക്കെ നല്ല നല്ല ചോദ്യങ്ങൾ കാണാൻ പറ്റും. കറണ്ട് അഫെയറിൽ നിന്ന് കുറച്ചൊക്കെ നമുക്ക് നല്ലത് കാണാൻ പറ്റും. IT നല്ല നല്ല ചോദ്യങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, ഹിസ്റ്ററിയിൽ നിന്ന് വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും, മെഡീവൽ ഇന്ത്യ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പഠിക്കുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും, നമുക്ക് നല്ലൊരു സ്കോറിങ്ങിലേക്ക് എത്താൻ. അത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം ഉണ്ടായിരിക്കും, എങ്ങനെ എഴുതണം എന്നൊക്കെയുള്ള ഐഡിയാസൊക്കെ ഉള്ളവരുണ്ടാവാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഓക്കെ, അത് ഓക്കെയാണ്. അല്ലാതെ ഈ എന്താണ് നമുക്ക് എന്താണ് ഇപ്പോൾ അധികം ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ് കിട്ടാനും കൂടുതൽ അറ്റംപ്റ്റ്സ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്നു, ഒട്ടുമേ അറിയാത്തത്, വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്നത്, റിസ്ക് വരുന്ന സംഭവങ്ങൾ ചെയ്യരുത്. കാരണം അത് നെഗറ്റീവിലേക്ക് എത്തിക്കും. ലോജിക്കലി ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസ് അവരിട്ട് തരും. ഓക്കെ, അങ്ങനത്തെ നമ്മൾ മനസ്സിലാക്കി ചെയ്യുക. വളരെ ബുദ്ധിമുട്ടുള്ളത് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മുടെ 3rd വീക്കിൻ്റെ ഹോട്ട് ടോപ്പിക്സ് ഞാൻ നാളെ കമ്മ്യൂണിറ്റി പോസ്റ്റിലിടാം കേട്ടോ. ഇന്നത്തെ ഇനിയിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ഞാനത് പോസ്റ്റിലിടും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.